ആ മുസ്തഫ വന്ന് കാശ് വല്ലതും കൊണ്ടുപോയോ? ക്യാഷ് ഫുള്ള് വേണമെന്ന് പറഞ്ഞു വന്നായിരുന്നു. ഞാൻ കൊടുത്തില്ല. ഒരു 1 lakh ഹോൾഡ് ചെയ്തിട്ടുണ്ട്. സർ, ഒട്ടും സമയം കളയരുത്. എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പോകണം. നാട്ടിൽ നിന്ന് പോകാനോ? എന്ത് നോൺസെൻസ് വിഷ്ണു. സാർ എത്ര നേരമായിട്ട് ഫോൺ ചെയ്യുന്നത്? നിങ്ങൾ ഫോൺ എടുക്കാത്തത്? ഇവിടെ ഫോണൊന്നും വന്നിട്ടില്ല. നിങ്ങൾ ടെൻഷൻ അടിപ്പിയ കാര്യം പറ. സർ, ആന്റണിയുടെ ഇഷ്യൂ അറിയാൻ ഞങ്ങൾ SBI വരെ പോയി. അവരുടെ അറിവിൽ ഇങ്ങനെ ഒരു ബ്രാഞ്ച് ഇല്ല. അതിപ്പോ എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. ഇതൊരു പുതിയ ബ്രാഞ്ച് അല്ലേ? സർ, ഉടുപ്പി ഗ്രാമീൺ ബാങ്കിന്റെ വെബ്സൈറ്റ് ഞാൻ ചെക്ക് ചെയ്തു. സർ, അവരുടെ വരാൻ പോകുന്ന എല്ലാ ബ്രാഞ്ചിന്റെ ഡീറ്റെയിൽസ് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാത്രം ഇല്ല. അതാ വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ സമയം എടുക്കുന്നതായിരിക്കും. സർ, ആ സംശയം കൊണ്ട് ഞങ്ങൾ മംഗലാപുരം ഹെഡ് ഓഫീസിൽ പോയി വിജയ് സാറിനെ കാണാൻ. എന്നിട്ട് സർ, അങ്ങനെ ഒരു എംപ്ലോയി അവർക്കില്ല. എന്താ വിഷ്ണു പറയുന്നത്? അങ്ങനെ ഒരു വഴിയില്ല. നിങ്ങൾക്ക് എന്താ അബദ്ധം പറ്റിയത്? സർ, ഇവിടെ നിന്ന് പോസ്റ്റിംഗ്, ഈ ബ്രാഞ്ച്, സർ, ഇതൊന്നും ഉടുപ്പി ഗ്രാമീൺ ബാങ്ക് നേരിട്ട് ചെയ്തിട്ടില്ല. സർ, ഇതൊരു ഫേക്ക് ബാങ്ക് ആണ് സർ. നമ്മൾ ഇത്ര നല്ലൊരു ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക വിഷ്ണു. നാട്ടുകാരുടെ കാശ്, മട്ടന്റെ കാശ്, നമ്മുടെയൊക്കെ ജോലി. സാർ, അതൊന്നും ആലോചിക്കാൻ ഇപ്പൊ സമയമില്ല. പോലീസുകാരും നാട്ടുകാരും അറിയുന്നതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. സർ, പ്ലീസ്. ചാക്കോ, പോയി താക്കോലോ. വാ, പോ ലക്ഷ്മി, വാ. സാർ, ചായ അവിടെ ശരി. ശരി. സാറേ, ഞാൻ ആരെങ്കിലും ന്യായീകരിക്കുകയെന്ന് വിചാരിക്കരുത്. സാധാരണക്കാരായ 5 പേര് ജോലി കിട്ടിയെന്ന് വിശ്വസിച്ച് ബേടകത്ത് വന്നൊരു ബാങ്ക് നടത്തുന്നു. ഫേക്ക് ബാങ്ക് ആണെന്ന് അറിയാതെ. അവരാരും ക്രിമിനൽസ് ഒന്നും അല്ലല്ലോ. നീ പറയുന്നത് മുഴുവൻ വെറുതെ അങ്ങ് വിശ്വസിക്കാനല്ല ഞങ്ങളിവിടെ ഇരിക്കുന്നത്. കുറച്ചു മുമ്പ് നീ പറഞ്ഞു ഉടുപ്പി ഗ്രാമീൺ ബാങ്കിന്റെ ബോർഡ് പോലും കണ്ടിട്ടില്ല. എന്നാൽ ആ ബാങ്കിലുള്ളൊരു അക്കൗണ്ടിൽ നിന്ന് നിന്റെ അക്കൗണ്ടിലേക്ക് ഒരു വലിയ തുക ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിരുന്നു. കള്ളം പറയുമ്പോൾ സൂക്ഷിക്കണം. പറയുന്നത് കള്ളമാണെന്ന് മറ്റാർക്കും തെളിയിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലേ അത് പറയാം. സാർ, ഇയാളാണ് സാർ ഞങ്ങൾ ചതിച്ചത്. ഞങ്ങൾ നിരപരാധികളാണ്. അതെങ്ങനെയാ ശരിയാവുന്ന കൃഷ്ണകുമാരെ? ഈ നാട്ടിൽ വന്ന് ബാങ്ക് തുടങ്ങിയതും നാട്ടുകാരുടെ പൈസ പറ്റിച്ചതൊക്കെ താനുമാരുടെ ചേർന്നിട്ടില്ലേ? താനെന്തോട് വിചാരിച്ചേ? ഞങ്ങളുടെ ജീവിതം വെച്ച് കളിക്കാന്നോ? ആദ്യം അവനെ ഷോക്ക് നിർക്കാറോട്ടോ സാറേ. നീ അധികം വിളച്ചെടുക്കണ്ടടാ. നിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് നിന്നെ കൊണ്ടുവന്നുള്ളത്. കഴിഞ്ഞ 5 വർഷമായിട്ട് നീ ദുബായിൽ കള്ളക്കടത്തുകാരൻ സാഹിബിന്റെ കൂടെ ആയിരുന്നെന്നും അയാൾക്ക് വേണ്ടി നീ ചെയ്ത ക്രൈമുകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ അയാളെ പറ്റിച്ച് അവിടെ നിന്ന് നീ മുങ്ങി. നിന്നെ അന്വേഷിച്ച് നടക്കുന്ന അയാളോട് നീ ഇവിടെ ഉണ്ടെന്നും നിനക്ക് വേണ്ടപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്നൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. അതോടെ തീരും നിന്റെ അഹങ്കാരം. അയാൾക്ക് പറ്റിയില്ലെങ്കിൽ എല്ലാ തെളിവുകളോടും കൂടി നിന്നെ ജയിലിലാക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. വിഷ്ണു, നിങ്ങൾ കണ്ടെത്തിയൊക്കെ ശരിയാ. ഉടുപ്പി ഗ്രാമീൺ ബാങ്കിന് ഇങ്ങനൊരു ബ്രാഞ്ചില്ല.
ബാങ്കിന്റെ ബേടകം ബ്രാഞ്ച് 3-4 മാസം കഴിഞ്ഞ് തുടങ്ങാനായിരുന്നു അവരുടെ പ്ലാൻ. പിന്നെ അതിനിടയിൽ കെട്ടിടം പണിയാനുള്ള കോൺട്രാക്ട് ഞാനും വാങ്ങി 1 മാസം കൊണ്ട് പണി നിർത്തും. യഥാർത്ഥ ബാങ്ക് ചെയ്യുന്ന പോലെ നിങ്ങളെല്ലാം റിക്രൂട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ അടുത്തപ്പോഴും ബാങ്ക് തുടങ്ങുന്ന നാട്ടുകാർക്ക് അറിയുന്നുണ്ട്. ആർക്കും ഒരു സംശയം തോന്നിയില്ല. സർ, എനിക്കൊരു കുടുംബമുണ്ട്. എന്നെ ക്രമപ്പെടുത്തരുത് പ്ലീസ് സർ. ഇമോഷണൽ ആവില്ലേ കൃഷ്ണമാരെ? ഞാൻ ഇന്റർവ്യൂ ചെയ്യപ്പോൾ ചോദിച്ചല്ലേ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടോ എന്ന്? ഓർമ്മയില്ലേ? നിങ്ങൾ നിയമം ലംഘിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നോ സർ. ഇല്ല. ഇല്ല. ഇല്ല 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 സർ. പിടിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിയമം ലംഘിച്ചൊരു ക്രൈം ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് പിടിച്ചാലും ഇല്ലെങ്കിലും ക്രൈം ചെയ്യാൻ പാടില്ല. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാ സാറേ. ചാക്കോ പാപം ചെയ്യത്തില്ല. കുറ്റബോധം കൊണ്ട് പിന്നെ സമാധാനം പോവും. പിടിക്കപ്പെടാത്ത ക്രൈം അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും പിടിക്കും. നെവർ സർ. കാരണം എന്തെങ്കിലും പിടിക്കപ്പെടുമെന്നുള്ളൊരു പേടിയുണ്ട് എനിക്കൊരിക്കലും ഉറങ്ങാൻ പറ്റില്ല സർ. കൃഷ്ണകുമാറിന്റെയും ഭാര്യ അഴകിയുടെയും പേരിലെ സേലം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു മർഡർ കേസ് ഉണ്ടല്ലോ. മനഃപൂർവ്വമല്ലല്ലോ. കരിങ്കൽ പട്ടിയിലെ റെഡ് ഷീറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ തൻ്റെ ഭാര്യ അഴുകി അവിടെയുള്ള ഒരു പിമ്പിനെ കുത്തി. പിടിച്ചാ ജീവപര്യന്തം രണ്ടാക്കും. ഒരു ഫോൺ കോൾ മതി. ചെയ്യല്ലേ, ഇവർക്കൊരു മോളുള്ളതല്ലേ. ഇയാള് മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും പല ക്രൈമുകൾ ചെയ്ത് പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ടു നിൽക്കുന്നവരാണെന്ന് ഞങ്ങൾക്കറിയാം. ഇനിയൊന്നും നിങ്ങളുടെ കയ്യിലല്ല. ഇതൊരു ഫേക്ക് ബാങ്കാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് വലിയൊരു സ്കാമും. 2 മാസം കൂടി നമ്മൾ ഈ ബാങ്ക് നടത്തും. കൂടെ നിന്നാ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ സെറ്റിലുള്ള എമൗണ്ട് ഞാൻ തരും. അതല്ല വേറെ വല്ല ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള പഴയ കേസുകൾക്ക് പുറമെ വ്യാജ ബാങ്ക് നടത്തിയതിനും നാട്ടുകാരുടെ നിന്ന് ഡെപ്പോസിറ്റ് പിരിച്ചതിനും ബട്ടൻ്റെ നിന്ന് പൈസ വാങ്ങി ഉൾപ്പെടെയുള്ള കേസുകൾ ഒരുപാടുണ്ടാവും. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ നാളെ മുതൽ ഒന്നും സംഭവിക്കാത്ത പോലെ ബാങ്ക് പ്രവർത്തിക്കണം. ഞങ്ങൾ പറയുന്ന പോലെ. ബാങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തതോടൊപ്പം നിങ്ങളെല്ലാവരും ഈ സ്കാമിന്റെ ഭാഗമായി കഴിഞ്ഞു. ഇനി എൻ്റെ പ്ലാൻ അനുസരിച്ച് മാത്രം മുന്നോട്ട്. മുസ്തഫ സർ. ഇവരെ കൊണ്ടുവിടും. ഓക്കെ സർ. ഇനിയിപ്പോ സത്യം അറിഞ്ഞ സ്ഥിതിക്ക് അവരെ എങ്ങനെ പഴയ പോലെ വെറുതെ വിടാൻ പറ്റുമോ? അവരെന്ത് ചെയ്താലും ഞാൻ അറിയും. ഉം? കാരണം കൂട്ടത്തിൽ ഒരാൾ എൻ്റെ ആളാ. എന്തെയാണ് ബാങ്ക് ഫേക്കാണെന്ന് അറിയില്ലായിരുന്നല്ലോ. സത്യം ഈ അറിഞ്ഞുകൊണ്ട് അഭിനയിക്കുക എന്നുള്ളതാണ് വലിയ പാട്. ചാക്കോ, ചാക്കോ, ഒരു ചായ വാങ്ങിച്ചിട്ടുണ്ടോ? ചാക്കോ, സാറിപ്പം മാനേജറും കോപ്പൊന്നും അല്ലല്ലോ. വേണമെങ്കിൽ തന്നെ പോയി അങ്ങ് മേടിച്ചാൽ മതി. ഒച്ചപ്പാടാക്കണ്ട, കേറി വാട്ടാ. അടങ്ങി അങ്ങനെ അങ്ങനെ പരിഹാരം. പടച്ചോനെ എന്തടങ്ങാറാണോ സാറേ കേറി വാ. ഒച്ച ഉണ്ടാക്കാതെ ബഹളം ഉണ്ടാക്കല്ലേ. ഇതെല്ലാം നമ്മളെ സ്കൂളിലെ കുഞ്ഞു മക്കള്. ഇവിടുത്തെ ആദ്യത്തെ ബാങ്കല്ലേ, അവർക്ക് ബാങ്കെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് വെച്ച് കൂട്ടിക്കൊണ്ടെന്ന്. നന്നായി ഗോപി. ഇത് ബാലേന്ദ്ര സാറ്, SBI മാനേജർ. ആയിരുന്നു 2 മാസം മുമ്പ് സേലം ബ്രാഞ്ചിൽ നിന്ന് റിട്ടയർ ചെയ്തു. മക്കൾക്ക് ബാങ്കിന്റെ പരിപാടിയെല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കാലോ എന്ന് വെച്ചിട്ട് സാറ് വന്നത്. അപ്പൊ ഞാനാന്ന് പറഞ്ഞ് നമ്മളെ സ്വന്തം ബാങ്ക് ഉണ്ടല്ലോ, വേറെ എവിടെയും പോകണ്ടല്ലോ. അപ്പൊ ക്ലാസ് ഇവിടെ ആയിക്കോട്ടെ എന്ന് വെച്ച്. മക്കളെ, നിങ്ങൾക്ക് ബാങ്കിനെ കുറിച്ച് എന്തൊക്കെ അറിയാണ്ടേ ചോദിച്ചോളൂ. പറ, നിങ്ങക്ക് എന്താ അറിയണ്ടേ? എങ്ങനെയാ ചേച്ചി ബാങ്കിൽ പൈസ ഇടണ്ടേ? ഞങ്ങളുടെ വന്നു വെച്ചാൽ മതി. ഇങ്ങനെയാണോ കുട്ടിയോട് പറഞ്ഞു കൊടുക്കേണ്ടത്? വ്യക്തമായ ഫോർമാലിറ്റീസും പ്രൊസീജിയറും വെച്ച് പറഞ്ഞു കൊടുക്കണം. അവര് പറയും അറിയാവുന്ന ആരെയും പറഞ്ഞു കൊടുക്ക്. ദേ, ഇതാണ് പൈസ ഇടാനുള്ള ഫോം. ഈ ഫോം നമ്മൾ പൂരിപ്പിച്ച ശേഷം പൈസയും ഫോമും നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. ഓക്കെ? പൈസ നമ്മൾ ഇവിടെ സൂക്ഷിക്കും. പിന്നെ നിങ്ങൾക്ക് എപ്പോൾ ആവശ്യമുണ്ടോ അപ്പോൾ വന്ന് തിരിച്ചെടുക്കാം. നിങ്ങൾ എങ്ങനെയാ ബാങ്കിൽ പൈസ സൂക്ഷിക്കുന്നേ? എല്ലാവരും വന്നേ. തിരക്കാക്കല്ലേ, എല്ലാരും കൂട്ടി കയറി നിൽക്ക്. നിങ്ങളെല്ലാവരുടെയും വീട്ടിലെ അച്ഛനും അമ്മ എവിടെയാ പൈസ വെക്കുക? ഇവിടെ നമ്മൾ അതൊരു ലോക്കറിലാ വെക്കുക.
ഈ ലോക്കർ തുറക്കാൻ അത്ര എളുപ്പമല്ല. ഈ താക്കോൽ ഉണ്ടെങ്കിലേ പറ്റൂ. അയ്യേ ഇതിന്റെ അകത്ത് കാശൊന്നുമില്ലല്ലോ. ബാങ്ക് ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതാ പൈസയൊന്നും ഇല്ലാത്ത. അപ്പൊ നിങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് അച്ഛനോടും അമ്മയോടും പറയണം ഇനി വീട്ടിലുള്ള കാശൊക്കെ കൊണ്ടുവന്ന് ഈ ബാങ്കിൽ ഇടാൻ വേണ്ടിട്ട്. അപ്പോ വീട്ടില് കള്ളന്മാരെ പേടിക്കണ്ടല്ലോ. നമുക്ക് പോവാം.